ഹലോ വെൽക്കം ടു കിസോ ഹാൻഡ് മെയ്ഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ടെക്സ്ചർ ആർട്ടിൻ്റെ വീഡിയോ ആണ്. മുന്നേ കുറേ റീൽസൊക്കെ കണ്ട് എനിക്കും അത് ചെയ്ത് നോക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചൊരു പാറ്റേൺ ആയിരുന്നു ഇത്. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ അന്ന് കണ്ട പാറ്റേൺ ആയിരുന്നില്ല ഞാൻ ചെയ്തത്. കാരണം എൻ്റെ ഫോണിൽ റീചാർജ് ഇല്ലായിരുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ മനസ്സിലുള്ള പാറ്റേണും ഞാൻ കണ്ട പാറ്റേണും തമ്മിലൊന്ന് ചെക്ക് ചെയ്യാൻ പോലും എനിക്കന്ന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും റീചാർജ് ചെയ്തതിന് ശേഷം ചെയ്യാം എന്നുള്ള തോന്നൽ പോലും എനിക്കന്ന് വന്നില്ല. കാരണം അത്രയ്ക്കുള്ള ക്ഷമ എനിക്കില്ലായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഞാൻ ആ ഹാർട്ട് ഷേപ്പ് വരയ്ക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ആ പേപ്പറിൽ വെട്ടിയെടുത്ത് വരച്ചത്. അതും ഷേപ്പും ശരിയാവില്ല, ആ ഒരു കാരണം കൂടിയുണ്ട്. ഞാനാണത് വരച്ചിരുന്നെങ്കിൽ അതിൻ്റെ ഷേപ്പും സൈസും കറക്റ്റ് ആവില്ലായിരുന്നു. ഹാർട്ട് ഷേപ്പ് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആരും ഇങ്ങനെ ഒരു ഐഡിയ ചെയ്ത് കാണില്ല എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ പ്രയോഗിച്ചത്. എൻ്റെ ഐഡിയ എത്രമാത്രം ഫലിച്ചു എന്നുള്ളത് എൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത്രയൊക്കെ വാതോരാതെ പറഞ്ഞെങ്കിലും ഇനി എന്താണ് ഈ വീഡിയോയിൽ പറയേണ്ടതെന്ന് എനിക്ക് ഇതുവരെ ഒരു പിടിയുമില്ല. ഈ 1-1.5 മിനിറ്റ് വീഡിയോക്കൊക്കെ മ്യൂസിക് കിട്ടുമെങ്കിൽ 2 മിനിറ്റ് വീഡിയോക്ക് കിട്ടാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ പിന്നെ ഈ മ്യൂസിക്കിൻ്റെ ആവശ്യം വേണ്ടല്ലോ, എന്നാലും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടെ കൊടുക്കാലോ എന്നൊരു ആലോചന എനിക്കുണ്ട്. അത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കൊടുക്കും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഞാൻ ചെയ്യുന്ന ഹാർട്ട് ഷേപ്പ് ഉണ്ടോ? ഹാർട്ട് ഷേപ്പ് ഞാൻ വരച്ച ഹാർട്ട് ഷേപ്പ് ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത്. ഈ സ്റ്റെപ്പ് തൊട്ടാണ് എനിക്കൊരു കാര്യം മനസ്സിലായി തുടങ്ങിയത്. ഞാൻ വരച്ച ഷേപ്പൊന്നും ഇതെല്ലാം ലാസ്റ്റ് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് എനിക്ക് ഈ സ്റ്റെപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. എങ്കിലും ഞാൻ മാക്സിമം ആ ഷേപ്പ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചായിരുന്നു. അല്ലെങ്കിൽ കാണുന്നവർ പറയില്ലേ, ഞാൻ ഷേപ്പ് വെട്ടി വെച്ചിട്ട് പോലും ആ ഷേപ്പ് ശരിയായില്ലല്ലോ എന്ന്. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ ആളുകൾ പറയും, അത് വേറെ കാര്യം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മുൻകൂട്ടി പറഞ്ഞത്. ഞാൻ മുന്നേ ചെയ്ത ടെക്സ്ചർ ആർട്ടിനെ അപേക്ഷിച്ച് ഇതെനിക്ക് കുറച്ച് പാടായിട്ട് തോന്നിയായിരുന്നു. ഷേപ്പ് കൃത്യമായിട്ട് വരാൻ വേണ്ടി ഞാൻ കൂടുതൽ ശ്രമിച്ചായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെയാണ് എനിക്കങ്ങനെ തോന്നിയെന്നറിയില്ല. പക്ഷേ ചെയ്തതിൽ വെച്ച് ഏറ്റവും സിമ്പിൾ പാറ്റേൺ ഇതായിരുന്നു. ഞാൻ ആ വീഡിയോ കാണുന്ന സമയത്ത് ആ ഒരു വീഡിയോ ഒരു പ്രാവശ്യം മാത്രമേ കണ്ടിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്കത് ഹാർട്ട് ഷേപ്പ് പാറ്റേൺ ആയിരുന്നു എന്ന് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. ആ ഒരു ഓർമ്മ വെച്ചാണ് ഞാൻ ഇങ്ങനൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തത്. എന്നാൽ ഈ ഒരു പാറ്റേൺ യൂട്യൂബിൽ കുറേ പേര് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് കണ്ട ആ വീഡിയോ ആ പാറ്റേൺ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ഏത് പാറ്റേൺ ആണെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായി കാണില്ല. ആ പാറ്റേൺ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എവിടെ എങ്ങനെ അറ്റാച്ച് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ലാത്തതിനാൽ ഞാനത് ചെയ്തില്ല. നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ആ പാറ്റേൺ ചെയ്യാം. എനിക്ക് റെഡും വൈറ്റും കോമ്പിനേഷൻ കാണുമ്പോൾ റെഡ് വെൽവെറ്റ് കേക്കാണ് ഓർമ്മ വരുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് അങ്ങനെ തോന്നി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.